Second year higher secondary examination question paper 2020. Okay, 2020 മാർച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ ചില പ്രോബ്ലംസ് ഇവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേൺ ഇങ്ങനെയാണ്. 3 പാർട്സ് ഉണ്ട്. ഓക്കെ, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. അതായത് ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള പ്രോബ്ലംസ്, ടോട്ടൽ 8 പ്രോബ്ലംസ് ആണ്. അതിൽ നിന്നും 6 എണ്ണം നമ്മൾ എഴുതണം. ഓക്കെ, ഓരോ പ്രോബ്ലത്തിനും 3 മാർക്കാണ്. അതായത് 6 × 3 18. പാർട്ട് 1-ന് ടോട്ടൽ 18 മാർക്സ് ഉണ്ട്. സെക്കൻഡ് പാർട്ട് അതായത് 9 to 18 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 8 എണ്ണം നമ്മൾ ആൻസർ ചെയ്യണം. ഓരോന്നിനും 4 മാർക്കാണ്. 8 × 4 32. തേർഡ് പാർട്ടിൽ അതായത് 19 to 25 വരെയുള്ള ഈ പാർട്ടിൽ 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ നമ്മൾ 5, ഓക്കെ, ഏതെങ്കിലും 5 നമുക്ക് ഏതാണോ എളുപ്പം ആ 5 എണ്ണം എഴുതണം. ഈ ഓരോന്നിനും 6 മാർക്ക് വീതമാണ്. സോ 5 × 6 30. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. 3 പാർട്ടുണ്ട്. പാർട്ട് 1-ന്ന് 6 പ്രോബ്ലംസ് ചെയ്യണം. പാർട്ട് 2 8 പ്രോബ്ലംസും പാർട്ട് 3 5 പ്രോബ്ലംസ് ആണ് നമ്മൾ മിനിമം ചെയ്യേണ്ടത്. ഓക്കെ, മാർക്സ് വരുന്നത് 3 മാർക്ക് 4 മാർക്ക്. ഇവിടെ 6 മാർക്കിൻ്റെ പ്രോബ്ലംസ് ആണ് പാർട്ട് 3-ൽ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ഏതാണോ അറിയാവുന്നത്, ഏതാണോ നമുക്ക് എളുപ്പം, അത് നമുക്ക് ആദ്യം ചെയ്യാവുന്നതാണ്. 2020 മാർച്ചിൽ ഫസ്റ്റ് ചാപ്റ്ററിന് 2 പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു. 3 മാർക്കിൻ്റെ 1-ഉം 4 മാർക്കിൻ്റെ 1-ഉം. സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് 1 പ്രോബ്ലം 4 മാർക്കിൻ്റെ. മെട്രിസസ് അതിൽ നിന്നും 2 പ്രോബ്ലം 3 മാർക്കും 4 മാർക്കും. ഡിറ്റർമിനൻറ്റ്, 4ാമത്തെ ചാപ്റ്റർ ഡിറ്റർമിനൻറ്റ് 3 മാർക്കിൻ്റെ 1 പ്രോബ്ലം 6 മാർക്കിൻ്റെ 1 പ്രോബ്ലമാണ്. ഫിഫ്ത്ത് ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അതിൽ 3 പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. 3 + 3 + 4. ഓക്കെ, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് 2 പ്രോബ്ലംസ് 3 + 6. ഇൻ്റഗ്രേഷൻ 2 പ്രോബ്ലംസ് 4 + 6. അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ 1 പ്രോബ്ലമാണ് 4 മാർക്കിൻ്റെ. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് 2 പ്രോബ്ലംസ് 3 + 4. വെക്ടേഴ്സ് 10ാമത്തെ ചാപ്റ്റർ വെക്ടേഴ്സ്, അതിൽ നിന്നും 2 പ്രോബ്ലം 6 + 4. 11th ചാപ്റ്റർ 3D 3 ഡയമെൻഷണൽ ജോമെട്രി 3 പ്രോബ്ലംസ് 3 + 4 + 4. ഓക്കെ, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംന്ന് 6 മാർക്കിൻ്റെ 1 പ്രോബ്ലം. പിന്നെ പ്രോബബിലിറ്റിന്ന് 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും 2 പ്രോബ്ലംസാണ് വന്നിട്ടുള്ളത്. എല്ലാ വർഷവും ഇതുപോലെ വരണമെന്നില്ല, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, ഇത് 2020 മാർച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതാണ്. ഈ വീഡിയോയിൽ നമ്മൾ 6 മാർക്കിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, A = മെട്രിക്സ് Aij 2/3. അതായത് 2 റോസ് 3 കോളംസ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 റോസും 3 കോളംസും വരുന്ന മെട്രിക്സ് എഴുതണം. ജനറൽ ഫോം ഈസ് A11, A12, A13, A21, A22, A23. ഓക്കെ, 2 റോസ് വേണം, 3 കോളംസ് വേണം. ഹിയർ Aij is I + j. ഓക്കെ, ഈ എലമെൻറ്റ് ശ്രദ്ധിക്കുക, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലേ. ഐയും ജെയുടെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A11 I is 1, j is 1, 1 + 1 2. A12 ഓക്കെ, I + j 1 + 2 3. A13 I is 1, j is 3, I + j 1 + 3 4. A21 2 + 1 3. A22 2 + 2 4. A23 2 + 3 5. ഇങ്ങനെയാണ് എലമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഈ എലമെൻറ്റ്സിനെ മെട്രിക്സിൻ്റെ അകത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മെട്രിക്സ് A കിട്ടും. അതായത് 2 3 4 3 4 5. ഓക്കെ, ഇതാണ് മെട്രിക്സ് A. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ട്രാൻസ്പോസ് കാണണം. അതായത് ഈ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളമായിട്ട് എഴുതിയല്ലേ, 2 3 4, അതിനെ ഫസ്റ്റ് കോളമായിട്ട് 2 3 4 എന്ന് കിട്ടും. സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളം ആക്കിയിട്ട് മാറ്റാം. 3 4 5, സെക്കൻഡ് കോളം 3 4 5. ഇതാണ് A ട്രാൻസ്പോസ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A ട്രാൻസ്പോസ്. റൈറ്റ് A ആൻഡ് A ട്രാൻസ്പോസ്. A is a 2/3 മെട്രിക്സ്, B is a 3/2 മെട്രിക്സ്. ഓക്കെ, M/n N/p ആ ഓർഡറിൽ വേണം. നടുക്ക് വരുന്ന എലമെൻറ്റ് സെയിം ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് റോ ഇൻറ്റു കോളം, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യണം, ആഡ് ചെയ്യണം. 2 × 2 4, 3 × 3 9, 4 × 4 16, 4 + 9 + 16. ഓക്കെ, then first row into second column, 2 × 3 6,
3 into 4, 12, 4 into 5, 20. Add ചെയ്യാം. Then second row, first column, 3 into 2, 4 into 3, 5 into 4. 6 plus 12 plus 20. Second row into second column, 3 into 3, 9, 4 into 4, 16, 5 into 5, 25. Now 4 plus 9 plus 16, 16 plus 4, 20, 20 plus 9, 29. Then 20 plus 12, 32, 32 plus 6 is 38. Okay, 20 plus 12, 32, 32 plus 6 is 38. Now 25 and 9 plus 16 is 25, 25 plus 25, 50. So A transpose is matrix 29, 38, 38, 50. You want to show that A transpose is symmetric. A matrix is said to be symmetric if A transpose equal to A. So we have to find transpose of A transpose. A transpose transpose. Okay, write first row as first column. So first column is 29, 38. Second column 38, 50. ഇവിടുത്തെ ഫസ്റ്റ് റോവിനെ ഫസ്റ്റ് കോളം ആക്കിയിട്ട് എഴുതണം, സെക്കൻഡ് റോവിനെ സെക്കൻഡ് കോളം ആക്കിയിട്ട് എഴുതണം. ഇനി രണ്ട് മെട്രിക്സ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം മെട്രിക്സ് ആണ്. So A transpose transpose equal to A transpose. So A transpose is a symmetric matrix. Okay. Adil third one, we want to prove that A plus A transpose is symmetric. So take its transpose. A matrix is said to be symmetric if A transpose equal to A. So take transpose of A plus A transpose. Then use this result. A plus B transpose is A transpose plus B transpose. So A plus A transpose transpose is A transpose plus A transpose transpose. Okay, now we have this result. A transpose transpose is A. So A transpose transpose equal to A. So we get A transpose plus A, and this is equal to A plus A transpose. Addition is commutative. Okay. So A plus A transpose transpose equal to A plus A transpose. So A plus A transpose is a symmetric matrix. Now 20. First one, if A is a skew symmetric matrix of order 3, then prove that its determinant is 0. A is skew symmetric order 3. Okay, അത് ചെയ്ത ശേഷം രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. A is skew symmetric. Okay, a matrix is said to be skew symmetric if A transpose equal to minus A. Now take determinant of both sides. Determinant of A transpose equal to determinant of minus A. In this result, നമ്മൾ ഇവിടെ ഉപയോഗിക്കണം. രണ്ട് റിസൾട്ട് ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. Determinant of A transpose is determinant A. Okay, ഈ റിസൾട്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ determinant K is equal to K raised to n into determinant A, where n is the order of A. K raised to n into determinant A. Here K is minus 1. So minus 1 raised to 3. Order of A is 3. So minus 1 raised to 3 into determinant A. Minus 1 raised to 3 is minus 1. So we get minus. So determinant A equal to minus determinant A. In this term, determinant A plus determinant A equal to 0. That is 2 determinant A is equal to 0. That is determinant A is equal to 0. This is the first problem answer. Okay. Second one, given matrix 2 plus x 3 4 1 minus 1 2 x 1 5 is a singular matrix. We have to find the value of x. Given A and B are square matrices of order 2 such that determinant A equal to minus 1, determinant B is 3. Find determinant 3AB. Okay. Given A is a singular matrix, so determinant A is equal to 0. Okay, A is singular if determinant A is equal to 0. So determinant 2 plus x 3 4 1 minus 1 2 x 1 5 equal to 0. Now expand along first row. So 2 plus x ഇരിക്കുന്ന റോവിനെയും കോളമിനെയും ഒഴിവാക്കണം. Determinant minus 1 2 1 5. Second element minus ആണ്. Minus ഈ element ഇവിടെ എഴുതാം. Minus 3. First row second column ഒഴിവാക്കണം. Determinant 1 2 x 5. മൂന്നാമത്തെ എലമെന്റ് പോസിറ്റീവ് ആണ്. പ്ലസ് 4 ഇൻറ്റു 4 ഇരിക്കുന്ന റോവിനെയും കോളമിനെയും ഒഴിവാക്കണം. ഡിറ്റർമിനന്റ് 1 മൈനസ് 1 x 1. നൗ ഇത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് മെയിൻ ഡയഗണലിലെ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇടണം, ഈ രണ്ട് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. മൈനസ് 1 ഇൻറ്റു 5 ഇസ് മൈനസ് 5 മൈനസ് 1 ഇൻറ്റു 2 ഇസ് 2.
Okay, so 2 plus 6 into minus 5 minus 2. Minus 3, 1 into 5 is 5, minus x into 2 is 2x. Plus 4, 1 into 1 is 1, minus x, that is plus x. Now minus 5 minus 2 is minus 7. So we get minus 7 into 2 plus x, minus 3 into 5 minus 2x, plus 4 into 1 plus x equal to 0. Minus 7 into 2 is minus 14, minus 7 into x is minus 7x, minus 3 into 5 minus 15, minus into minus is plus, 3 into 2x is 6x, 4 plus 4x, minus 14 minus 15 plus 4, okay, minus 7x plus 6x plus 4x, minus 7x plus 6x is minus x plus 4x is 3x, minus 15 plus 4 is minus 11, minus 14 minus 11 is minus 25. So we get 3x equal to 25, x equal to 25 by 3. Now given order of A 2, determinant A minus 1, determinant B 3, we have to find a determinant 3AB. Okay, now we have to use this result. Okay, determinant of Ka equal to K raised to n into determinant A, where n is the order of A. So determinant of 3 into a matrix 3A പോലെയാണ് ഇരിക്കുന്നത്. So 3 raised to 2 into determinant AB. Okay, order 2 ആണ്. So 3 raised to 2 determinant AB. ഇനി നമുക്ക് ഈ റിസൾട്ടും കൂടി അറിയാം. ഡിറ്റർമിനന്റ് എ ബി ഇസ് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി. ഡിറ്റർമിനന്റ് എ ഇസ് minus 1, determinant B is 3. So we get 3 square 9 minus 1 3. 9 into 3 27. 27 into minus 1 is minus 27. So answer is minus 27. Now third one. Okay, third one. Find the intervals in which the function f of x equal to x square plus 2x minus 5 strictly increasing or decreasing. Okay, we have to find intervals in which x square plus 2x minus 5 is strictly increasing or decreasing. Second one, find the equation of tangent and normal for the curve y equal to x cube at 1 1. Third one, find local maxima and local minima, if any, for the function h of x equal to sin x plus cos x, 0 less than x less than pi by 2. Okay, first one, given f of x equal to x square plus 2x minus 5, f dash of x, derivative of x square 2x, derivative of 2x 2. Okay, 2 into derivative of x is 1, so 2 into 1 is 2. Derivative of minus 5, constant 0. So f dash of x is 2x plus 2. ഇനി നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എടുക്കാം. 2x പ്ലസ് 2 ഈക്വൽ ടു 0, 2x ഈക്വൽ ടു 2നെ ഇങ്ങോട്ടേക്ക് എടുക്കണം, മൈനസ് 2, ഡിവൈഡിങ് ബൈ 2 വി ഗെറ്റ് എക്സ് ഈക്വൽ ടു മൈനസ് 1. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്, എക്സ് ഈക്വൽ ടു മൈനസ് 1. ഇനി നമ്മൾ ആ മൈനസ് 1 ഉപയോഗിച്ചുകൊണ്ട് റിയൽ ലൈനിൽ മൈനസ് 1 മാർക്ക് ചെയ്യുക. റിയൽ ലൈനിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, മൈനസ് ഇൻഫിനിറ്റി മൈനസ് 1 മൈനസ് 1 ഇൻഫിനിറ്റി. ഓക്കെ, ആ ഇൻ്റർവെല്ലിൽ നമ്മൾ പോയിന്റ്സ് എടുത്തിട്ട്, അതായത് മൈനസ് ഇൻഫിനിറ്റി മൈനസ് 1 ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മൈനസ് 2. ടേക്ക് എക്സ് ഈക്വൽ ടു മൈനസ് 2. ആ വാല്യൂവിനെ എഫ് ഡാഷ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സിലെ സ്ഥലത്ത് മൈനസ് 2 കൊടുക്കണം. 2 into minus 2 is minus 4 plus 2. Minus 4 plus 2 is minus 2, which is less than 0. Okay, അതായത് ഈ ഇൻ്റർവെലിൻ്റെ അകത്ത് നമ്മൾ ഏത് പോയിന്റ് എടുത്താലും എഫ് ഡാഷ് ലെസ് ദാൻ 0 ആകും. അപ്പോൾ എഫ് ഡാഷ് ലെസ് ദാൻ 0 വന്നാൽ എഫ് ഡിക്രീസിങ് ആണ്. അങ്ങനെ ഓർത്ത് വെക്കണം. എഫ് ഡാഷ് ലെസ് ദാൻ 0, then എഫ് ഈസ് ഡിക്രീസിങ്. സോ എഫ് ഈസ് ഡിക്രീസിങ് ഇൻ ദ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി മൈനസ് 1. അതുപോലെ ഇനി മൈനസ് 1 ഇൻഫിനിറ്റിയിൽ ഒരു എലമെൻ്റ് എടുക്കാം. 0 ആണോ, ഏത് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 0 ആണ് എടുത്തിരിക്കുന്നത്. ആ 0നെ എഫ് ഡാഷിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എഫ് ഡാഷ് ഓഫ് 0, എക്സ് ഈക്വൽ ടു 0, 2 into 0 0 plus 2 2, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എഫ് ഇൻക്രീസിങ്. സോ എഫ് ഈസ് ഇൻക്രീസിങ് ഇൻ മൈനസ് 1 ഇൻഫിനിറ്റി. ഓക്കെ, രണ്ടാമത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ആൻഡ് ഇക്വേഷൻ ഓഫ് നോർമൽ. ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് ആദ്യം തന്ന കേർവിൻ്റെ dy by dx ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക.
dy by dx ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ഇസ് 3x². എന്നിട്ട് ഈ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x1 y1 അവിടെ x ആണിരിക്കുന്നത്. പുട്ട് x ഈക്വൽ ടു 1 3 ഇൻറ്റു 1². ഓക്കെ, 3 ഇൻറ്റു 1 3. സോ സ്ലോപ്പ് dy by dx at 1 1. Slope of tangent at 1 1 equal to 3. Now equation of tangent is y minus y naught equal to dy by dx at x naught y naught into x minus x naught. ലൈനിൻ്റെ ഇക്വേഷൻ കാണുന്ന അതേ ഇക്വേഷൻ തന്നെയാണ്. y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു എം ഇൻറ്റു, ഇതാണ് സ്ലോപ്പ് എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. സ്ലോപ്പ് ഇതുപോലെ കണ്ടുപിടിക്കുക. ഇത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലേ. എക്സ് നോട്ട് വൈ നോട്ട് തന്ന പോയിന്റ് 1 1. സോ y മൈനസ് 1 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് മൈനസ് 1. 3 ഇൻറ്റു എക്സ് 3x, 3 ഇൻറ്റു മൈനസ് 1 മൈനസ് 3. ഇനി ഈ രണ്ട് ടേംസിനെ ഇപ്പുറത്തേക്ക് എടുക്കാം. y മൈനസ് 3x മൈനസ് 1 മൈനസ് 3 ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 3. മൈനസ് 3 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 3. y മൈനസ് 3x മൈനസ് 1 പ്ലസ് 3 ഇസ് പ്ലസ് 2. സോ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഇസ് y മൈനസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0. നൗ ഇക്വേഷൻ ഓഫ് നോർമൽ, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നോർമൽ ടാൻജന്റ് രണ്ടും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. എം ഇൻറ്റു, ഓക്കെ, m1 ഇൻറ്റു m2 ഈക്വൽ ടു -1. സോ m2 ഇസ് -1 ബൈ m1 -1 ബൈ സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു -1 ഡിവൈഡ് ബൈ dy ബൈ dx അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഓക്കെ, dy ബൈ dx നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 3. സോ -1 ബൈ 3 ഇൻറ്റു എക്സ് മൈനസ് 1. ഇനി 3 ഇങ്ങോട്ടേക്ക് എടുക്കുക. 3 ഇൻറ്റു വൈ മൈനസ് 1 ഈക്വൽ ടു മൈനസ്, ഈ മൈനസ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, മൈനസ് ഓഫ് എക്സ് മൈനസ് 1. 3y മൈനസ് 3 ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 1. ഓക്കെ, ഇനി ഈ രണ്ട് ടേം ഇപ്പുറത്തേക്ക് എടുക്കാം. 3y പ്ലസ് എക്സ് മൈനസ് 3 മൈനസ് 1. 3y പ്ലസ് എക്സ് മൈനസ് 4 ഈക്വൽ ടു 0. ദിസ് ഈസ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ്. അതിൽ തേർഡ് വൺ, വി ഹാവ് ടു ഫൈൻഡ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഓഫ് ദ ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എച്ച് ഡാഷ് ഓഫ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, നൗ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കാം. എച്ച് ഡാഷ് ഓഫ് എക്സ് 0 കൊടുക്കുമ്പോൾ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു 0. കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആവുന്നത് എക്സ് ഈക്വൽ ടു പൈ ബൈ 4. കോസ് പൈ ബൈ 4 1 ബൈ റൂട്ട് 2, സൈൻ പൈ ബൈ 4 1 ബൈ റൂട്ട് 2. ഈ ഇൻ്റർവെലിൻ്റെ അകത്ത് ഈ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, പൈ ബൈ 4. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇൻക്രീസിങ് ആണോ, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു പൈ ബൈ 4 കിട്ടി. ഈ സൈഡിൽ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ പോയിന്റ് ലോക്കൽ മാക്സിമം ആണോ മിനിമം ആണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് പൈ ബൈ 4ൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഒരു വാല്യൂ എടുക്കുക, പൈ ബൈ 4ൻ്റെ റൈറ്റ് സൈഡിലിരിക്കുന്ന ഒരു വാല്യൂ എടുക്കുക. അപ്പോൾ ഇവിടെ പൈ ബൈ 4 45 ഡിഗ്രിയാണ്. പൈ ബൈ 6 30 ഡിഗ്രി, ഇപ്പുറത്ത് കുറഞ്ഞത് 30 ഡിഗ്രി. 45 ഡിഗ്രിനേക്കാളും കൂടുതൽ വരുന്നത് 60 ഡിഗ്രി. ഇപ്പോൾ ഇവിടെ പൈ ബൈ 6ഉം ഇവിടെ പൈ ബൈ 3 എടുത്തിട്ടുണ്ട്. എച്ച് ഡാഷ് ഓഫ് പൈ ബൈ 6 കണ്ടുപിടിക്കുക. കോസ് പൈ ബൈ 6 മൈനസ് സൈൻ പൈ ബൈ 6. ഓക്കെ, കോസ് പൈ ബൈ 6 അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് റൂട്ട് 3 ബൈ 2. Sin pi by 6 opposite side by hypotenuse 1 by 2. So root 3 by 2 minus 1 by 2. Root 3 greater than 1. So root 3 minus 1 is greater than 0. So root 3 minus 1 by 2 is greater than 0. So h dash of pi by 6 greater than 0. അതായത് ഈ ഭാഗത്ത് h dash greater than 0. h dash greater than 0 ആയാൽ h increasing ആണ്. ഇനി മറ്റേ ഭാഗത്ത് നോക്കാം. ഇവിടെ ഒരു വാല്യൂ എടുക്കാം, പൈ ബൈ 3. h dash of pi by 3 equal to cos pi by 3 minus sin pi by 3. Cos pi by 3 1 by 2, sin pi by 3 root 3 by 2. 1 minus root 3 is less than 0. 1 minus root 3 by 2 less than 0. So h dash less than 0. ഈ ഭാഗത്തേക്ക് h dash less than 0. So h is decreasing. അപ്പോൾ ആദ്യം ഇൻക്രീസ് ചെയ്യും, പിന്നെ ഡിക്രീസിങ് ആവും. അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും? ലോക്കൽ മാക്സിമ. So x equal to pi by 4 is point of local maximum. Okay. ഇനി ഇതിൽ വരുന്ന 24ാമത്തെ പ്രോബ്ലം ആണ് സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. ഓക്കെ, മാക്സിമൈസ് z equal to 3x plus 2y subject to x plus 2y less than or equal to 10, 3x plus y less than or equal to 15, x greater than or equal to 0, y greater than or equal to 0.
ഈ രണ്ട് ഇൻഇക്വാലിറ്റി ഉണ്ട്, അതിൻ്റെ ഇക്വാലിറ്റി നമ്മൾ ആദ്യം എടുക്കണം. എന്നിട്ട് ഇതുപോലെ വാല്യൂ ടേബിൾ വരക്കണം. ഓക്കെ, വാല്യൂ ടേബിൾ നിർബന്ധമായിട്ടും വരക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഗ്രാഫ് കിട്ടും. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 വളരെ എളുപ്പമാണ്. എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക. വെൻ എക്സ് ഇസ് 0, ഓക്കെ, വെൻ എക്സ് ഇസ് 0 2y ഈക്വൽ ടു 10 y ഈക്വൽ ടു 5. ഇവിടെ വാല്യൂ കിട്ടി. എക്സ് 0 y 5. ഇനി നമ്മൾ ചെയ്യേണ്ടത് y0 ടു y ഈക്വൽ ടു 0. ഈ ടേം മൊത്തം 0 വരും. എക്സ് ഈക്വൽ ടു 10 0 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. അതുപോലെ ഇവിടെ 3x പ്ലസ് y 15 പുട്ട് എക്സ് ഈക്വൽ ടു 0 y ഈക്വൽ ടു 15. വെൻ y ഈക്വൽ ടു 0 3x ഈക്വൽ ടു 15 എക്സ് ഈക്വൽ ടു 5. ഇനി പോയിന്റ്സിനെ ഗ്രാഫിൽ മാർക്ക് ചെയ്യുക. 0 5 10 0. ഓക്കെ, 0 5 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ് ഇരിക്കുന്നത്. 10 0 ഇവിടെയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ട് കിട്ടുന്ന ലൈനാണ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10. രണ്ടാമത്തെ ഇക്വേഷൻ 3x പ്ലസ് y ഈക്വൽ ടു 15. ഇവിടെ വരുന്ന പോയിന്റ്സ് 5 0 ആൻഡ് 0 15. ഓക്കെ, 5 0 0 15 ജോയിൻ ചെയ്യുക. ലൈൻ്റെ ഇക്വേഷൻ അവിടെ എഴുതി വെക്കാം. രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വന്നിരിക്കുന്ന ഇക്വേഷൻ. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇപ്പോൾ ഇവിടെ 0 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ലെസ് ദാൻ 15. ഈ ലൈനിൻ്റെ ഈ ഭാഗത്തേക്ക് വരുന്ന 0 ഉള്ള ഭാഗത്തേക്കാണ് നമ്മുടെ ഏരിയ. അതേപോലെ എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇവിടെ എക്സ് വൈക്ക് 0 0 ഈ പോയിന്റ് കൊടുക്കുക. 0 പ്ലസ് 0 ഇസ് ക്ലിയർലി ലെസ് ദാൻ 10. അതായത് 0 0 ഇല്ല ഭാഗത്തേക്കാണ് നമ്മുടെ സൊല്യൂഷൻ ഇരിക്കുന്നത്. പിന്നെ രണ്ട് ഇൻഇക്വാലിറ്റിയും കൂടിയുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. അപ്പോൾ സൊല്യൂഷൻ എപ്പോഴും വരുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ 4 ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏരിയ ആണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. അതായത് ഈ ഏരിയ. അതിനുശേഷം നമ്മൾ കോർണർ പോയിന്റ്സ് എടുക്കണം. 5 0 0 0, ഓക്കെ, 0 5. പിന്നെ ബിയുടെ വാല്യൂ നമ്മൾ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 3x പ്ലസ് y ഈക്വൽ ടു 15. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ. ഇപ്പോൾ ഇവിടെ വൈയുടെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 2 ചെയ്യണം. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 2. 3x into 2 6x, y into 2 2y, 15 into 2 30. അതിനുശേഷം ഈ ഇക്വേഷൻ ഇവിടെ എഴുതാം, മൈനസ് ചെയ്യാം. 6x minus 6 5x, 2y minus 2y 0, 30 minus 10 20. 5x equal to 20, x equal to 20 by 5 4. ഇനി നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. y equal to 15 minus 3x. x is 4, 3 into 4 12. 15 minus 12 3. So we get x 4 y 3. So B is the point 4 3. അപ്പോൾ നമുക്ക് കോർണർ പോയിന്റ്സ് എഴുതണം, സെറ്റ് എഴുതണം. കോർണർ പോയിന്റ്സ് 5 0 4 3 0 5. അപ്പോൾ ഈ വാല്യൂസ് എക്സ് വാല്യൂ വൈ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് 5 y 0 3 into 5 15. എക്സ് 4 y 3 3 into 4 12 plus 2 into 3 6 12 plus 6 18. 0 5 x 0 y 5. 0 plus 2 into 5, that is 10. Now here 15, 18, 10, maximum value is 18. So maximum value of z equal to 18 at the point 4 3. So x equal to 4, y equal to 3. Okay, ഇത്രയും പ്രോബ്ലംസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 6 മാർക്കിൻ്റെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, 6 മാർക്കിൻ്റെ പ്രോബ്ലംസ് വളരെ ഈസി ആയ പ്രോബ്ലംസ് തന്നെയാണ്. ഇത്രയും ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.